വേടൻ വെറും ചില്ലറക്കാരനല്ല. അങ്ങനെ വിലയിരുത്തുന്നവർക്കാണ് തെറ്റുപറ്റുക. ഈ ചെറുപ്പക്കാരൻ 30 വയസ്സ് തികയുന്ന ഈ ചെറുപ്പക്കാരൻ പറയുന്ന രാഷ്ട്രീയം അത്ര ലളിതമല്ല. അത് കറകളഞ്ഞ അംബേദ്കറിസമാണ്. പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം അയ്യങ്കാളിയുടെ പേരിലുള്ള അയ്യങ്കാളിയുടെ സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയ പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം തിരുവനന്തപുരത്തെ വെളിപ്പേരുള്ള രാജപാതയിലൂടെ വില്ലുവണ്ടിയുമായിട്ട് അയ്യങ്കാളി പോയ അതിൻ്റെ ഓർമ്മയാണല്ലോ വില്ലുവണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓർമ്മയ്ക്ക് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം, ആദ്യ പുരസ്കാരം വേടന് നൽകുന്ന ചടങ്ങിൽ വെങ്ങാനൂര്, അയ്യങ്കാളിയുടെ ജന്മഭൂമിയായ വെങ്ങാനൂരിലെ ചടങ്ങിൽ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് വേടൻ പറഞ്ഞ വാക്കുകൾ കണ്ണു തുറപ്പിക്കുന്ന വാക്കുകളാണ്. വേടൻ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. അത് പറയേണ്ട കാര്യമൊന്നോടില്ലെങ്കിലും അത് വേടൻ പറഞ്ഞു എന്നുള്ളത് വേടൻ വ്യത്യസ്തനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വേടൻ പറഞ്ഞത് ഇതുവരെ പാടിപ്പതിഞ്ഞ പ്രയോഗം വേണ്ട എന്നാണ്. എന്താണത്? മഹാത്മാ അയ്യങ്കാളി. പകരം മഹാവീർ അയ്യങ്കാളി എന്ന് പറയുന്നതാണ് ശരി. മലയാളത്തിൽ മഹാവീരൻ അയ്യങ്കാളി എന്ന് പറയാം. കാരണം അയ്യങ്കാളി വീരനായിരുന്നു. അതുകൊണ്ട് മഹാത്മാ അയ്യങ്കാളി എന്ന് വേണ്ട, മഹാവീർ അല്ലെ മഹാവീരൻ അയ്യങ്കാളി എന്ന് മതിയെന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഈ 30 വയസ്സോ ഉള്ള ഈ ചെറുപ്പക്കാരൻ പറയണമെങ്കിൽ അതിലെ അംബേദ്കർ രാഷ്ട്രീയം, കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കുക. എന്താ കാര്യം? ഇതിലൊരു വലിയ പൊരുൾ ഇരിപ്പുണ്ട് ഈ പ്രയോഗത്തിൽ. അതാണ് ചരിത്രത്തിലേക്കുള്ളൊരു ഊളിയിടൽ അതിൻ്റെ അകത്തുണ്ട്. എന്താണത്? മഹാത്മാഗാന്ധി, BR അംബേദ്കർ. മഹാത്മാഗാന്ധിയുടെ പല നിലപാടുകളെയും തുറന്നെതിർക്കുകയും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ വിയോജിക്കുകയും ചെയ്ത ഒരാളായിരുന്നു BR അംബേദ്കർ എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഗാന്ധിജിയെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഏറ്റവും മുൾമുനയിൽ നിർത്തിയിട്ടുള്ളത് BR അംബേദ്കറിന്റെ ചോദ്യങ്ങളാണ്. അത് ചരിത്രം നമ്മൾ നോക്കിയാൽ, സ്വാതന്ത്ര്യസമര ചരിത്രം, അംബേദ്കർ എഴുതിയ അന്നത്തെ എഴുത്തുകൾ, എസ്സേസ്, ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ ഒക്കെ നോക്കുമ്പോൾ ഗാന്ധിജിക്കെതിരെ മഹാത്മാഗാന്ധി എന്ന് പറയുമല്ലോ, മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ്, മഹാത്മാഗാന്ധിക്കെതിരെ നിലപാടുകൾ, അത് വ്യക്തിപരമായ വിദ്വേഷമല്ല ഗാന്ധിജിയോട്. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ മാനിച്ച വ്യക്തിയായിരുന്നു അംബേദ്കർ. എല്ലാ ബഹുമാനവും കൊടുത്തിട്ടുണ്ട്, ആദരവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതേസമയം പലപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളകളിൽ പലപ്പോഴും ഗാന്ധിജിയുടെ നിലപാടുകളെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട് BR അംബേദ്കർ. അത് പൂനെയിലെ പ്രാദേശിക സ്ഥാപനങ്ങളിലേക്കുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തെ തെരഞ്ഞെടുപ്പായാലും അതേപോലെ പല വിഷയങ്ങളായാലും കോൺഗ്രസ് ബ്രിട്ടീഷ് ഭരണമായിട്ട് സഹകരിച്ചതിലും നിസ്സഹകരിച്ചതിലും ഭരണം പങ്കിട്ടതിലും പ്രാദേശിക ഗവൺമെന്റുകളിൽ പങ്കാളിത്തം സ്വീകരിച്ചതിലും ഒക്കെ അംബേദ്കർ സ്വീകരിച്ച നിലപാട് പലപ്പോഴും ഗാന്ധിജിയുടെ നിലപാടിന് വിരുദ്ധമായിരുന്നു. അപ്പൊ അവർ തമ്മിൽ ഒരു വലിയ ആശയ സമരം കോൺഗ്രസിനകത്ത്, സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിനകത്ത് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വേടൻ ഒരു വെടി പൊട്ടിച്ചത്. അങ്ങനെ തന്നെ പറയാം. വേടൻ അംബേദ്കറിനെ ഓർമ്മിച്ചുകൊണ്ട് അയ്യങ്കാളിയുടെ പേരുള്ള പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ ജന്മഭൂമിയിൽ നിന്ന് അത് പറയുമ്പോൾ അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതൊരു വെടി പൊട്ടിക്കലായിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ മഹാത്മാ അയ്യങ്കാളി വേണ്ട, മഹാവീർ അയ്യങ്കാളി മതി എന്ന് വേടൻ പറയുമ്പോൾ വേടന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. വേടനെ ചൊറിയാൻ വരുന്നവർക്കൊക്കെ 8ന്റെ പണി കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം അഖിൽ മാരാർ, കലാകാരനാണ്, അദ്ദേഹം വേടനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. അവിടെ കാർപ്പറ്റ് പൊങ്കാലയായിരുന്നു മാരാർക്കെതിരെ, അയാളുടെ പോസ്റ്റിനെതിരെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കില്, സോഷ്യൽ മീഡിയയില്. വേടനും പ്രതികരിച്ചു. അഖിൽ മാരാർക്ക് വയറ് നിറച്ചു കെട്ടി. ഇനി അഖിൽ മാരാർ വേടനെതിരെ സംസാരിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. പലരും പറഞ്ഞു, ആദ്യം നീ നിന്റെ വാലങ്ങ് മുറിച്ചു കളഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കടാ
അഖിൽ മാരാറോട് മാരാർ ആരാടാ, ചെണ്ടുകുട്ടി പിന്നെ പിന്നെ ബ്രാഹ്മണ്യത്തിന്റെ എച്ചിലും പറ്റി നിന്നവരല്ലേ നിങ്ങൾ മാരാർ, ചെണ്ടുകുട്ടിയെ മാരാർ. നീ പോയി ചെണ്ട പൊട്ടടാ, ആദ്യ പരിപാടി നിർത്ത്. നീ അടിമപ്പണിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്ത് പറയാൻ യോഗ്യത? നീ നിന്റെ വാല് വെട്ടിക്കളയൂ. അഖിൽ മാരാർന്ന് ഉള്ളത് ഇന്ന് മാരാറങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കുക. 8ന്റെ പണി മാരാർക്ക് കിട്ടി. വേടൻ ചെറിയ പുള്ളിയല്ല, വേടൻ ചെറിയ മീനല്ല. ആ മീനെ ചൂണ്ടിടാൻ പോകുന്നവര് കുറെ വലിയ ചൂണ്ട വേണ്ടി വരും വേടനെ ചൊറിയണമെങ്കിൽ. അത് മനസ്സിലാക്കുക, മാരാർമാർ മനസ്സിലാക്കുക, ബ്രാഹ്മണ്യം മനസ്സിലാക്കുക. ഇങ്ങനെ വന്നിട്ട് ചൊറിയാൻ ഇനി വരുന്നവർ മനസ്സിലാക്കുക. കുറിക്ക് കൊള്ളുന്ന മറുപടികൾ വേടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതാണിപ്പോ വെങ്ങാനൂരിൽ നമ്മൾ